ഈ കഴിക്കേണ്ടാത്ത എന്തെങ്കിലും ഇതുപോലത്തെ ഈ പൊറോട്ട നമ്മൾ അൺഹെൽത്തി അല്ലല്ല എല്ലാം ഹെൽത്തിയാണ് നമുക്ക് അങ്ങനൊന്നുമല്ല. ഒറ്റ കാര്യമുള്ളൂ, അത് ഓരോരുത്തരുടെ ശരീരഘടന അനുസരിച്ചാണ്. ഇപ്പോൾ ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് പോർക്കേന്ന് വിളിക്കാം, അവനെന്തും തിന്നാം. ചില ആൾക്കാരെ നമ്മൾ ബഫല്ലോ എന്ന് വിളിക്കാം, അവനെന്തും തിന്നാം. ഇപ്പോൾ ഓരോ കാറ്റഗറിയിലുള്ള ആൾക്കാരാണ്. ഇപ്പോൾ അവരൊക്കെ നടന്നു പോകുന്ന കാണുമ്പോഴും നമുക്ക് നോക്കാം പോർക്ക് പോകുന്നതാണ് ഗരിയും. ഞാൻ പറഞ്ഞല്ലോ, തുണി ഉടുത്ത് കാണുന്നതല്ലല്ലോ പക്ഷേ സൗന്ദര്യം അല്ലേ, തുണി അഴിച്ചിട്ടിട്ട് കാണുന്നതല്ലേ സൗന്ദര്യം. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ എത്ര സുന്ദരനും സുന്ദരിയുണ്ട്. എന്തൊക്കെയാ പറയുന്നത് അല്ലേ, ഉള്ളതല്ലേ. ഞാനീ പറഞ്ഞത് റിയാലിറ്റിയാണ്. എനിക്ക് എൻ്റെ മകനും കേൾക്കുന്നുണ്ട്, എൻ്റെ സുഹൃത്തുക്കൾ കേൾക്കുന്നുണ്ട്, എനിക്ക് എൻ്റെ സഹോദരിമാർ കേൾക്കുന്നുണ്ട്, എല്ലാം എൻ്റെ സഹോദരിയടുത്തും പറയുന്നൊരു കാര്യം, നമ്മളെ തുണി ഉടുത്ത് കാണുന്നതല്ല സൗന്ദര്യം. നിൻ്റെ സൗന്ദര്യം കാണണമെങ്കിൽ നീ രാവിലെ തുണി അഴിച്ചിട്ട് കാണണം. അതിലെന്താ തെറ്റ്? നമ്മളെ മനസ്സിനകത്ത് നമ്മൾ റോങ് ആയിട്ട് ചിന്തിക്കുന്നത് എന്താ? എൻ്റെ അമ്മയ്ക്കുള്ള ഫീച്ചേഴ്സ് തന്നെ മോക്കുള്ളത്. ചിന്താഗതികളിൽ വിഷം വരാൻ പാടില്ല. അത് വന്നു കഴിഞ്ഞാൽ അമ്മയും പെങ്ങളെയും പോലും തിരിച്ചറിഞ്ഞുകൊള്ളാത്ത നാരികളുള്ള സ്ഥലം. അതിനെന്താ ചെയ്യാൻ പറ്റും? ക്ലിയർ അല്ലേ? അപ്പം നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അനാറ്റമിയിൽ, ഇവിടുത്തെ സ്കൂളിൽ പോലും ട്രെയിനിങ് കൊടുക്കേണ്ട എന്താണ്? ഇപ്പൊ ഈ മറ്റേ അംഗൻവാടിയിൽ ബിരിയാണി ഒക്കെ വെക്കുന്നുണ്ട്, അല്ല പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ? ഞാൻ പിന്നെയും പറഞ്ഞില്ല, അത് വൺസ് ഇൻ എ ബ്ലൂ മൂൺ അല്ലേ. ഇപ്പൊ വല്ലപ്പോഴും ഒരു പായസം കുടിക്കുന്നു, എല്ലാ ദിവസവും രാവിലെ എണീറ്റ് 3 നേരം കുടിക്കാറിലും പറഞ്ഞിട്ടുണ്ടോ? സപ്തസ്വരങ്ങൾ പോലെയാണ്, രാഗങ്ങൾ പോലെയാണ് ഭക്ഷണവും. ഏത് മൂഡനുസരിച്ച് ഇപ്പൊ നമ്മൾ പാർട്ടിക്ക് വന്ന് അപ്പോൾ നമ്മളവിടെ ചെന്നിട്ട് നിവേദ്യം എടുക്കൂ അല്പം കഴിക്കട്ടെ എന്ന് പറയാൻ പറ്റുമോ? അത് പാർട്ടി അന്ന് കഴിഞ്ഞ്, അത് വർഷത്തിലൊരിക്കൽ സംഭവിച്ചു, അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കൽ സംഭവിച്ചു. അത് പിറ്റേ ദിവസം വിളിച്ചാൽ പോകേണ്ട കാര്യങ്ങളോ കൂടെ വിട്ടുകൊടുക്കണം. വയറ്റിൽ കിടന്ന് നമ്മൾ ഡാഡിക്ക് വിളിക്കരുത്, മോശമാണ്. ഇവിടെ എല്ലാത്തിൻ്റെയും വയറ്റിൽ കിടന്ന് ഡാഡിക്ക് വിളിക്കുക, ലാസ്റ്റ് പുറത്തു പോകാണ്ട് പ്രസവിക്കുന്ന പരുവത്തിലാവും. ഓരോന്നിനും നോക്കണം, 3 മാസം 4 മാസം 5 മാസം 7 മാസം 8 മാസം 9 മാസം 18 മാസമായിട്ടും പ്രസവിക്കാത്ത വയറ് കൊണ്ട് നടക്കുന്നവന്മാരുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? അവര് പോയി ആദ്യം കണ്ണാടി നോക്കുക. ഡോക്ടർ പറഞ്ഞു കൊടുക്കേണ്ട ഒറ്റ കാര്യം, മോനെ നിനക്ക് നല്ല ജീവിതം വേണമെങ്കിൽ രാവിലെ പരിപൂർണമായി കുളിച്ച് പരിപൂർണ്ണ നഗ്നനായി വന്ന് കണ്ണാടിയിലേക്ക് നോക്കുക. അപ്പോൾ അറിയും നീ എന്തുമാത്രം വൃത്തികെട്ടവനാണെന്ന്. അപ്പം നീ കഴിക്കുക, അതിനോട് അയ്യോ വയറുണ്ട്, മതി കുറച്ച് കഴിക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ ബോഡി സിസ്റ്റമാറ്റിക് ആവും. അത് ആണുങ്ങളും പെണ്ണുങ്ങളും ചെയ്യണം, അതല്ലേ സൗന്ദര്യം. അതോ A4 സൈസ് കണ്ണാടിയും വെച്ചിട്ട് മോന്ത മാത്രം നോക്കി അതിൽ കുറച്ച് പുട്ടിയിട്ട് അല്ലേ സുന്ദരിയാന്നും സുന്ദരനാന്നും പറഞ്ഞ് നടക്കുന്നവർക്ക് എന്ത് പറയാൻ പറ്റും? അവരുടെ ധാരണയാ മോളെ. ഇത് എല്ലാവർക്കും എഡ്യൂക്കേറ്റ് ചെയ്യണം അല്ലേ. ഞാനൊരു എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ടാണ് പറഞ്ഞത്. കാരണം ഞാൻ എൻ്റെ അടുത്തൊരു പെണ്ണ് പറഞ്ഞു കണ്ണാടിയിൽ പോയി നോക്കാൻ. അത് തന്നെ സംഭവിച്ചത് വർഷങ്ങൾക്ക് മുമ്പ്. പച്ചയ്ക്ക് പറഞ്ഞു മൊത്തം നോക്കി. അന്ന് ഞാൻ സീരിയസ്ലി